വിവാഹം രജിസ്റ്റർ ചെയ്ത് കിട്ടുന്നതിനായി മുൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ ഒറ്റയാൻ സമരം. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 4-ാം തീയതി പത്തനാപുരത്തെ പ്രമുഖമായ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന വിവാഹം രജിസ്റ്റർ ചെയ്തു കിട്ടുന്നതിനായി 1/10/2011 പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ കിരൺ കെ കൃഷ്ണ അപേക്ഷ സമർപ്പിച്ചു. അപേക്ഷയിൽ വിവാഹത്തിന്റെ സാക്ഷികളായി ഒപ്പിട്ടിരിക്കുന്നത് പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഫാത്തിമ ഖാനും മാധ്യമപ്രവർത്തകനായ കീരിക്കൽ ശ്രീകുമാറുമായിരുന്നു. തുടർന്ന് ഒരാഴ്ചയ്ക്ക് ശേഷം മതാചാരപ്രകാരം വിവാഹം നടത്തിയതിന്റെ രേഖ ഹാജരാക്കിയാൽ മാത്രമേ വിവാഹം രജിസ്റ്റർ ചെയ്ത് തരാൻ കഴിയുകയുള്ളൂവെന്ന് കാട്ടി പഞ്ചായത്ത് സെക്രട്ടറി കിരൺ കെ കൃഷ്ണയ്ക്ക് മറുപടി നൽകി. ഇതേ തുടർന്ന് കോമൺ മാരേജ് ആക്ടിന്റെ ചട്ടങ്ങളും വ്യവസ്ഥകളും ഉൾക്കൊള്ളുന്ന ഗവൺമെന്റ് ഉത്തരവിന്റെ പകർപ്പ് ആവശ്യപ്പെട്ടുകൊണ്ട് കിരൺ കെ കൃഷ്ണ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകി. ഇക്കഴിഞ്ഞ 12-ാം തീയതി ഇതിനുള്ള മറുപടി ലഭിച്ചിരുന്നു. എന്നാൽ മറുപടി അപൂർണമാണെന്ന് കാട്ടി കിരൺ കെ കൃഷ്ണ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകി. തുടർന്ന് കിരൺ കെ കൃഷ്ണ പഞ്ചായത്ത് ഓഫീസിലെത്തി വിവാഹം രജിസ്റ്റർ ചെയ്ത് തരണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും സെക്രട്ടറി വിവാഹം രജിസ്റ്റർ ചെയ്ത് കൊടുക്കുവാൻ തയ്യാറാകാതിരിക്കുകയും നിയമം അനുവദിക്കുന്നില്ലെന്ന് മറുപടി നൽകുകയുമായിരുന്നു. ഇതേ തുടർന്നാണ് കിരൺ കെ കൃഷ്ണ വിവാഹ ഫോട്ടോ പതിച്ച ഫ്ലെക്സുമായി ഇന്ന് പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന് മുമ്പിൽ കുത്തിയിരിപ്പ് സത്യാഗ്രഹം നടത്തിയത്. കോമൺ മാരേജ് ആക്ടിലെ വ്യവസ്ഥകളെ പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് നിരവധിയായ ആളുകൾക്ക് കോമൺ മാരേജ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം പത്തനാപുരം പഞ്ചായത്തിൽ വിവാഹ രജിസ്ട്രേഷന് തടസ്സമുണ്ടാക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ വിവാഹം പത്തനാപുരം ക്രൗൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയും അത് രജിസ്റ്റർ ചെയ്ത് തരുന്നതിന് വേണ്ടി അപേക്ഷ സമർപ്പിക്കുകയും ചെയ്തു. അത്തരത്തിൽ അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം മതാചാര പ്രകാരം വിവാഹം കഴിച്ചതിൻ്റെ രേഖ ഹാജരാക്കിയാൽ മാത്രമേ നിങ്ങളുടെ വിവാഹം രജിസ്റ്റർ ചെയ്ത് തരാൻ കഴിയൂ എന്ന് പഞ്ചായത്ത് സെക്രട്ടറി മറുപടി തന്നു. അപ്പോൾ മതാചാര പ്രകാരമുള്ള രേഖ എന്നതുകൊണ്ട് താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് കാട്ടി വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുക്കുകയും അദ്ദേഹം അതിന് തന്നിരിക്കുന്ന മറുപടി 29/2/2008 കേരള സംസ്ഥാന ഗവൺമെൻറ് പുറപ്പെടുവിച്ചിരിക്കുന്ന 1/2008 ഉത്തരവിൽ പറയുന്ന ചില രേഖകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ആ രേഖ പരിശോധിച്ചപ്പോൾ മതാചാരപ്രകാരമുള്ള രേഖ ഈ വിവാഹം രജിസ്ട്രേഷന് നിർബന്ധമാണെന്ന് അതിൽ പറഞ്ഞിട്ടില്ല. അതേസമയം മതാചാര പ്രകാരമല്ലാത്ത വിവാഹവും രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്നതാണ്. പഞ്ചായത്ത് സെക്രട്ടറി നേരിട്ട് ഉദ്യോഗസ്ഥരെ വെച്ച് അന്വേഷിച്ച് ഈ വിവാഹം നടന്നിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ അദ്ദേഹത്തിന് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. എൻ്റെ കാര്യത്തിൽ പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഫാത്തിമ ഖാനും അതുപോലെ തന്നെ പത്തനാപുരത്തെ മുതിർന്ന മാധ്യമപ്രവർത്തകനായ ശ്രീ കീരിക്കൽ ശ്രീകുമാറും സാക്ഷികളായി നിന്ന് ഒപ്പിട്ട് സമർപ്പിച്ച മെമ്മോറാണ്ടമാണ്. ബാക്കി എല്ലാ രേഖകളും ഹാജരാക്കിയെങ്കിലും അദ്ദേഹം എന്തോ ഒരു പ്രത്യേക താല്പര്യപ്രകാരം, ഞാൻ മനസ്സിലാക്കുന്നത് ഇക്കാര്യത്തിൽ ചില രാഷ്ട്രീയം കൂടി ഉണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. എന്നാൽ പഞ്ചായത്ത് അധികൃതരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പത്തനാപുരം പോലീസ് സ്ഥലത്തെത്തി കിരൺ കെ കൃഷ്ണയെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും തലവൂർ ഗ്രാമപഞ്ചായത്തിന്റെ മുൻ വൈസ് പ്രസിഡന്റും നിലവിൽ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമാണ് കിരൺ കെ കൃഷ്ണ. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആശാ ശശിധരന്റെയും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M ജിയാസുദ്ദീന്റെയും ജാമ്യത്തിൽ പത്തനാപുരം പോലീസ് കിരൺ കെ കൃഷ്ണയെ വിട്ടയച്ചു. കോമൺ മാരേജ് ആക്ട് അനുസരിച്ചുള്ള മതിയായ രേഖകൾ ഹാജരാക്കാൻ കിരൺ കെ കൃഷ്ണ തയ്യാറാകാത്തതിനാലാണ് വിവാഹം രജിസ്റ്റർ ചെയ്ത് നൽകാതിരിക്കുന്നതെന്ന് പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി MT ജയരാജ് അറിയിച്ചു. പ്രദീപ് ഗുരുകുലം, ലൈവ് വാർത്ത, പത്തനാപുരം.